പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷനിൽ കെ.എസ്.ആർ.ടി.സി ബസ് ഓട്ടോയ്ക്ക് പിന്നിൽ ഇടിച്ച അപകടം. വാഹനത്തിലുണ്ടായിരുന്ന ജീവനക്കാരനും കടയിൽ സാധനം വാങ്ങാനെത്തിയ ഒരാൾക്കും പരിക്കേറ്റു. ശ്രീരാജ് ബാബുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീരാജ്, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ ഓട്ടോ ഡ്രൈവർക്കും ഈ പരിക്കേറ്റ ആളുടെയും ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സോന, ഇന്ന് ഉച്ചയ്ക്ക് 2:15 കൂടിയായിരുന്നു അപകടമുണ്ടായത്. പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് പോയ ലിമിറ്റഡ് സ്റ്റോപ്പ് കെ.എസ്.ആർ.ടി.സി ബസ്സാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. ഉച്ചയ്ക്ക് ഇത്തരത്തിൽ പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷനിലാണ് ഈ ഓട്ടോറിക്ഷയ്ക്ക് പിന്നിലേക്ക് ഈ ബസ് ഇടിച്ച് കയറിയത്. ഓട്ടോയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജ്യൂസ് സ്റ്റാളാണത്. ആ കടയിലേക്കും വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. ഈ കെ.എസ്.ആർ.ടി.സി ബസ്സിലുണ്ടായിരുന്ന ആർക്കും കാര്യമായ പരിക്ക് സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ ഓട്ടോ അവിടെ വെള്ളമിറക്കാൻ വന്നതായിരുന്നു. അതിലെ ജീവനക്കാരനും അതുപോലെ തന്നെ ഈ കടയിൽ സാധനം വാങ്ങാനെത്തിയ ആൾക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കടയിലേക്ക് വന്നയാളെ, കടയ്ക്കുള്ളിലുണ്ടായിരുന്ന ജീവനക്കാരൻ വാഹനം ഈ കെ.എസ്.ആർ.ടി.സി ബസ് വളരെ വേഗത്തിൽ വരുന്നത് കണ്ട് അകത്തേക്ക് പിടിച്ചു കയറ്റിയതിനാൽ തന്നെ വലിയൊരു അപകടം ഒഴിവായി. പക്ഷേ അയാൾക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് വാഹനം നേരെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയ്ക്ക് പിന്നിലേക്കും തുടർന്ന് കടയിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. നമുക്ക് ആ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടാലും ആ ടയർ ഇല്ലാത്ത ഒരവസ്ഥയാണ്, മൊട്ടയായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്തായാലും വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. 2 പേർക്ക് പരിക്കുണ്ട്. അത് പക്ഷേ അത്ര ഗുരുതരമായ പരിക്കല്ല. ഇവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സോന, ശരി. പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷനിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.